ഗുഡ് മോർണിംഗ് എന്നൊരു സൈഡിൽ നിന്നല്ല അപ്പോൾ ഇന്നൊന്ന് ചെറുതായിട്ട് മാറ്റി പിടിച്ചേ. അപ്പോൾ രാവിലെ തന്നെ വേഗം അരി അടുപ്പത്തിട്ടു. പിന്നെ ഇന്ന് കറിയൊക്കെ വെക്കുന്നുണ്ടെന്നാലും ഞാൻ മെല്ലിയാണ്. കറി ഇന്നലെയൊക്കെ അരിഞ്ഞ് പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ ധൃതിയൊന്നും കൂട്ടാണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ ബീൻസ് ഉപ്പേരിയും വെക്കാം. നല്ല ഫ്രിഡ്ജ് ഒതുക്കിയപ്പോൾ കുമ്പളങ്ങയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോര് കറിയും വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് വേഗം ചിയാ സീഡൊക്കെ വെള്ളത്തിലിട്ട് ആദ്യം ബീൻസ് കുത്തി കാച്ചാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ചതച്ച് പിന്നെ പാത്രത്തിലേക്ക് തന്നെ ഞാൻ ആ ചതക്കുന്നത് അങ്ങനെ തന്നെ ഇട്ടിട്ട് പിന്നെ ഗ്യാസ് വെച്ച് വെള്ളം വറ്റി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കും. എന്നിട്ട് വേഗം ബീൻസ് ഉപ്പേരിയൊക്കെ കാച്ചി അതിൻ്റെ ഇടയിൽ പോയി നാളെയൊക്കെ ചിരകി വെച്ചിട്ട് ബീൻസ് ഉപ്പേരിക്ക് വേണ്ടി മാത്രം മുഴുവൻ എടുത്തില്ല, ഞങ്ങൾ രണ്ടുപേരല്ല. പിന്നെ അത് അടുപ്പത്ത് വെച്ചിട്ട് എന്താ പറയുക മോര് കറി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അപ്പോൾ അതിലേക്ക് സബോളയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്തിരി വെള്ളം വെച്ചിട്ട് ഒരു വിസിലടിക്കാൻ വെച്ചുട്ടാ. ശരിക്കും പറയുമ്പോൾ മോര് കറി വെക്കാൻ വലിയ പിടിയൊന്നുമില്ല. പിന്നെ അവിടെ നിന്നൊക്കെ ഉള്ളതൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് വെക്കുന്നു. അപ്പോൾ തേങ്ങ ചിരകിയിട്ട് ഇത്തിരി നാളെ അടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരയ്ക്കാനായിട്ട് വെളുത്തുള്ളിയും ജീരകവും കുരുമുളകും മഞ്ഞൾപ്പൊടിയും അരച്ചിട്ട് പിന്നെ നമ്മുടെ ഉലുവയും കടുകൊക്കെ പൊട്ടിച്ച് ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് ഇത്തിരി മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ ഈ അരച്ച സംഭവമില്ലേ അത് അതിലേക്ക് ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചിട്ടാണ് പിന്നെ നമ്മൾ ആ വേവിച്ച് വെച്ച കുമ്പളങ്ങയിലേക്ക് ഒഴിക്കണം. അപ്പം ഞാനത് കുക്കറിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് ഒഴിച്ച് അരപ്പൊക്കെ നന്നായി തിളച്ചിട്ട് തീ കുറച്ചിട്ട് നമ്മൾ അടിച്ച് വെച്ച് തൈര് ഒഴിച്ച് വേഗം ഗ്യാസ് നിന്ന് ഇറക്കിയിട്ട് എനിക്ക് മോര് കറി വെച്ച ഉപ്പാണോ പുളിയാണോ കൂടുതൽ കുറവെന്ന് അറിയില്ല. അപ്പോൾ കുറേ നേരം ഉപ്പൊക്കെ ഇട്ട് അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് വേഗം ചോറ് ഊറ്റാൻ വേണ്ടി വെള്ളമൊക്കെ വെച്ച് അതിൻ്റെ ഇടയിൽ കൂടെ ദോശ ഉണ്ടാക്കി ചേട്ടായിക്ക് കാപ്പിക്ക് വെള്ളം വെച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നേരെ ഇതിൽ പോയിന്ന് കണ്ടില്ല കേട്ടോ. ചോറൂറ്റി കാപ്പിയൊക്കെ കൊണ്ട് കൊടുത്ത് പിന്നെ ഒക്കെ വേഗം വേഗമായിരുന്നു. അപ്പം ഞാൻ തേങ്ങ മാറ്റി വെച്ചത് കൊഴുവ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ചുവന്നുള്ളിയൊക്കെ നന്നാക്കുന്നുണ്ട്. ദോശയിൽ പിന്നെ നമ്മുടെ പഴം വരട്ടിയതാട്ട വെച്ചത്. എന്നിട്ട് കൊഴുവ വറുത്ത് ഉണക്ക കൊഴുവാട്ട. എന്നിട്ട് 2 ചുവന്നുള്ളിയും ഇത്തിരി പുളിയും മുളക് പൊടി ഉപ്പിട്ടിട്ട് ആദ്യം തേങ്ങ ഒന്ന് ഒതുക്കിയിട്ട് പിന്നെ കൊഴുവിടുക, വറുത്ത കൊഴുവിടുക. വല്ലാണ്ട് പൊടിക്കേണ്ട, ചെറുതായിട്ട് കടിക്കാൻ കിട്ടണം കേട്ടോ. എന്നിട്ട് പിന്നെ വെളിച്ചെണ്ണയ്ക്ക് തിരുമ്പി വെച്ച നമ്മുടെ കൊഴുവ ചമ്മന്തി റെഡി. ചിയാസീഡൊക്കെ കുടിക്കാൻ മറന്നു. അപ്പോൾ ലാസ്റ്റ് ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഓർമ്മ വന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ അതൊക്കെ കുടിച്ചു. നേരെ ഇതിൽ പോയിന്ന് കണ്ടില്ല കേട്ടോ. എന്നിട്ട് ഞാനും ചേട്ടായും പറയുന്നത് എവിടെ പോയി സമയം നിന്നിട്ട് വേഗം ചോറാക്കി മോര് കറിയും ബീൻസ് ഉപ്പേരിയും കൈപ്പയ്ക്ക അച്ചാറും ഇഞ്ചിമ്പുളിയും അതുപോലെ കൊഴുവ ചമ്മന്തിയും വെച്ചു. പിന്നെ രാവിലേക്ക് കാപ്പി ഉണ്ടാക്കിയിട്ടാ മറ്റേ ദോശ കഴിക്കാൻ വേണ്ടി. അപ്പോഴത്തേനും ചേട്ടായി നേരം പോയി എന്ന് പറഞ്ഞിട്ട് ചേട്ടായിക്ക് കഴിക്കാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ വേഗം ബാഗിലാക്കിയിട്ട് ഞാനും കൂടെ കഴിക്കായിരുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ.